അങ്ങനെ ഇതാ നമ്മൾ പ്രോഗ്രാമിന് പോവുകയാണ്. നമ്മുടെ പുതിയ വേഷവും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് നമ്മുടെ കോസ്റ്റ്യൂമിൻ്റെ കോട്ട് മേടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനുണ്ട്, ശങ്കരേട്ടനുണ്ട്, യദുണ്ട്. അപ്പോൾ ശങ്കരേട്ടൻ ചെയ്യുന്നത് ജോക്കറിൻ്റെ വേഷമാണ്. അപ്പോൾ ആളുടെ മീശയും താടിയൊക്കെ കളഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ നോക്കി കളിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ടൈലർ ഷോപ്പിൽ കയറി കോട്ട് മേടിച്ചു. അപ്പോൾ കോട്ട് തയ്ച്ച് കിട്ടാൻ വേണ്ടി കുറച്ച് നേരം വൈകിയായിരുന്നു. നമ്മുടെ ഒരു കോസ്റ്റ്യൂം തയ്ച്ചത് ചെറുതായിട്ടൊരു മിസ്സിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാറ്റി കൊടുത്തതാണ് കേട്ടോ തയ്ക്കാൻ. അതുകൊണ്ടാണ് അത്രയും ഒരു പ്രശ്നം വന്നത്. നമ്മൾ എത്താൻ കുറച്ച് നേരം വൈകിയ കാരണം കൊണ്ട് ഇവർ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാം തിക്കും തിരക്കും പിടിച്ചിട്ടായിരുന്നു കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. എന്തായാലും അവരിറങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പ്രോഗ്രാമിന് ഇറങ്ങണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ഇതേ ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഏജ് ഡോൾസ് ഉണ്ടായിരുന്നു അവിടെ. അവരെനൊക്കെ ആയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത്. അങ്ങനെ ഇതേ നമ്മുടെ പുതിയ വേഷം ഇവിടെ സെറ്റായി നടക്കുന്നുണ്ട്. യദുവാണ് അത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ശങ്കരേട്ടൻ ജോക്കർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ നന്നായി തകർത്ത് ഷൈൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ പുതിയ വേഷം എന്തായാലും ക്ലിക്കായിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ട് അതിൻ്റെ ഫേസ് എവിടെ. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ അതിൻ്റെ ഫേസ് എവിടെയെന്ന് ചോദിച്ചിട്ട് ചെല്ലുന്നുണ്ടായിരുന്നു. അയ്യോ തലയില്ലാത്ത രൂപാടാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നമുക്ക് വർക്കായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ വേറൊരു കാര്യത്തിൽ കൂടി അഭിമാനിക്കാണ്ട് കേട്ടോ. കാരണം അതിൻ്റെ ലൈറ്റ് കാര്യങ്ങൾ, പൊയ്ക്കാൽ, അതിൻ്റെ ഉള്ളിലുള്ള സെറ്റിങ്സ് എല്ലാം ചെയ്തത് ശങ്കരേട്ടനാണ്. അത് ജസ്റ്റ് വെൽഡ് ചെയ്യേണ്ട കാര്യങ്ങൾക്കും അതുപോലെ കോസ്റ്റ്യൂം അടിക്കേണ്ട കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ പുറത്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ശങ്കരേട്ടനാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഭിമാനം ആൾക്കുണ്ട്. അതൊരു ബോയിൻ്റെ ക്യാരക്ടറാണ് കേട്ടോ. അതിൻ്റെ തീം എന്ന് പറയുന്നത് ഒരു ബോയ് ആൻഡ് ഒരു ഗേളാണ്. അപ്പോൾ അതിൽ ഗേൾ ഇനി വരാനുണ്ട്. അത് അടുത്ത പ്രാവശ്യം എന്തായാലും ഇറങ്ങുന്നതായിരിക്കും. ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് പ്രോഗ്രാമുകൾ തെയ്യം ഉണ്ടായിരുന്നു, AJ ഡോൾസ് ഉണ്ടായിരുന്നു, പിന്നെ NNKയുടെ തമ്പോലൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ നമ്മളും. അപ്പോൾ ഒരുപാട് സന്തോഷമായി ഇത്ര വലിയൊരു ടീമിൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്യാനൊക്കെ സാധിച്ചതിൽ. അങ്ങനെ ദേ ഇവിടെ രണ്ടുപേരും റെസ്റ്റ് എടുക്കുകയാണ്, നല്ല ചൂടെടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവർ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു തമ്പോലും പിന്നെ നമ്മുടെ തെയ്യവും കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല കളർഫുള്ളായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ അതേ വൈകുന്നേരമായി, നമ്മുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അവസാനിക്കാറായി. അപ്പോൾ ഇവരിതിൽ ലൈറ്റ് ഉണ്ടായിരുന്നു, ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അവർ നന്നായി ഷൈൻ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 7:45 കൂടിയിട്ട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ തീർന്നു. അപ്പോൾ നടുമുറ്റം എന്നാണ് കേട്ടോ നമ്മുടെ കമ്മിറ്റിയുടെ പേര്. അങ്ങനെ ഇത് അവരുടെ പന്തലിൻ്റെ അവിടെ പോയി നിന്നിട്ട് ശങ്കരേട്ടൻ അതിൻ്റെ ബോർഡൊക്കെ എടുത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട്. അമ്പലത്തിൽ കയറാറാകുമ്പോഴത്തേനും മൂടൊക്കെ മാറിയിട്ടോ വേറെ വൈബായി ഉണ്ടായിരുന്നു. കാരണം അവരുടെ ബലൂണിൻ്റെ സെറ്റിങ്സ് ആ പുറത്തായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. എനിക്ക് ഇവരുടെ കൂടെ നിൽക്കണം എന്നുള്ളത് കൊണ്ട് ഓടിപ്പോയിട്ട് അവിടെ പോയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. കവാടത്തിൻ്റെ അവിടെ നല്ല ബലൂണിൻ്റെ സെറ്റിങ്സ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത് 1-2 നല്ല ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ അമ്പലത്തിൻ്റെ അവിടെ എത്തി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കൊട്ടിക്കലാശായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ